കൂട്ടുകാരെ, ഗീതാ ഗോവിന്ദം അച്ചാസിന്റെ സനി നിറം നമ്മൾ അപർണയ്ക്കയും ഗോവിന്ദും ഗീതുവും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് പ്രേക്ഷകരെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാരും കണ്ടു കാണും നമ്മുടെ അപർണയ്ക്ക് ആ ഒരു പ്രൊമോയിൽ കണ്ടു നമ്മുടെ അപർണയ്ക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റു പറയുന്നുണ്ട് നമ്മുടെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും അടുത്ത്. ഞാനാണ് കൊന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അന്ന് എന്റെ കുഞ്ഞിനെ ചവിട്ടി കൊന്നു, ആ ഒരു സമയത്ത് എനിക്ക് സഹിക്കാനാവാതെ ഞാൻ കൊന്നതാണ്, അപ്പൊ എന്റെ കൂടെ അജാസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം തുറന്നു പറയുന്നുണ്ട്. അതിനുശേഷം അജാസ് ആണ് ബോഡി മറവ് ചെയ്തത്. അപ്പൊ അജാസും ഞാനും മാത്രമേ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്നാണ് അജാസ് എന്നോട് പറഞ്ഞത്. അജാസ് എവിടെയായിരുന്നു ഇത് കുഴിച്ചിട്ടെന്നോ അതിനെപ്പറ്റി എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു കിഷോറിന്റെ ബോഡി കിട്ടിയതിന് ശേഷമാണ് ഞാനതൊക്കെ അറിഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഗോവിന്ദ ഒക്കെ കലി കിടക്കുന്നുണ്ട്, കലി കയറുന്നുണ്ട് കേട്ടോ. അജാസോ അവൻ എന്നെ ചതിക്കുകയായിരുന്നു കൂടെ നിന്നിട്ട്, അവൻ എന്നോട് തന്നെ ഇങ്ങനെ ചെയ്യണമായിരുന്നു, നല്ല പിള്ള ചമ്മഞ്ഞ് അവൻ എന്നെ ചതിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ അജാസിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എത്രയും വേഗം നിന്നെ കാണണമെന്ന്. നമ്മുടെ അജാസ് ആദ്യം ഒന്ന് പരിഭ്രമിക്കും. അത് ഗോവിന്ദ് ഇങ്ങനെയും പറയുന്നുണ്ട് ഞാനിപ്പോ അപർണികയുടെ വീട്ടിലാണ്, ഇങ്ങോട്ടേക്ക് വരണമെന്നാണ് പറയുന്നത്. അപ്പൊ അജാസിന് മനസ്സിലായി അപർണിക എല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത്. ഇനി ആ ബോഡി നമ്മുടെ അജാസ് എങ്ങനെ അവിടെ കൊണ്ടുവന്നിട്ടു എന്നുള്ളതാട്ടോ വലിയൊരു ചോദ്യം. ഇനി വേറെ വല്ല സ്ഥലത്തായിരിക്കും അജാസ് മറവ് ചെയ്തത്, അവിടെ നിന്ന് അനാർക്കലിയും ആരെങ്കിലും കണ്ടിട്ടായിരിക്കുമോ ഇങ്ങോട്ടേക്ക് മറവ് ചെയ്തിരിക്കുന്നത്? ഭയങ്കര ഒരു ട്വിസ്റ്റ് അവിടെ നടന്നിട്ടുണ്ട്. അജാസ് എങ്ങനെ കിഷോറിന്റെ ബോഡി അവിടെ എത്തിച്ചു, അവിടെയുള്ള ഭദ്രന്റെ ബോഡി എവിടെ പോയി? വലിയ വലിയ ചോദ്യങ്ങളാണ് എനിക്ക് കിടക്കുന്നത്. ഭദ്രൻ ഇനി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടു തന്നെ അറിയണോട്ടെ. ചിലപ്പോൾ അജാസ് ഇങ്ങനെ അവിടെ കുഴിച്ചിടാൻ വന്നപ്പോഴായിരിക്കും നമ്മുടെ ഭദ്രൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കാണുമ്പോൾ ഭദ്രൻ ചിലപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നിരിക്കാം. ഭദ്രനെ നമ്മുടെ അജാസ് മനഃപൂർവ്വം മാറ്റിയതായിരിക്കാം. എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല കേട്ടോ. ഇനി അജാസിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇനി അജാസ് വേറെ ആരുടെങ്കിലും നിർദ്ദേശപ്രകാരമാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇനി അജാസിന് അനാർക്കലിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? കണ്ടു തന്നെ അറിയണോട്ടോ പ്രേക്ഷകർ. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരവാണ് നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ ഇനി വരാൻ പോകുന്നത് കേട്ടോ. ആകെപ്പാടെ കൊല്ലപ്പെട്ടത് ആര്, കൊലയാളി ആര് എന്നുള്ള ഒരു 2 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം കിട്ടിയിട്ടുള്ളൂ. ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ ചോദ്യങ്ങൾ. അജാസ് ബോഡി എങ്ങനെ അവിടെ എത്തിച്ചു, ആ ഒരു സ്ഥലം എങ്ങനെ കൃത്യമായിട്ട് കണ്ടെത്തി, അവിടുത്തെ ഭദ്രൻ എവിടെ പോയി, ഭദ്രൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ, അങ്ങനത്തെ കുറെ ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കിട്ടാനുണ്ട്. അതൊക്കെ ഒരു സസ്പെൻസ് ത്രില്ലർ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗീതാ ഗോവിന്ദം, ഒരു ടൈപ്പ് ബോംബ് പോലെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണും. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.